മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലിയും അലീനയും തമ്മിലുള്ള ബന്ധം ചർച്ചയാവുകയാണ്. ശിവശങ്കരൻ ഗംഗാധരനെ വിളിച്ച് അലീന ചിലപ്പോൾ വൈജ പ്രസവിച്ച കുഞ്ഞാണോ എന്നുള്ള സംശയം പറഞ്ഞപ്പോൾ മാലതി അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. 6 മണിക്ക് അലാം വച്ചിരുന്നിട്ട് പോലും വൈജയന്തി ഉണർന്നപ്പോൾ 6:30 മണിയായി. ഇന്നലത്തെ ശാരീരികവും മാനസികവുമായ ക്ഷീണം അത്രയ്ക്കുണ്ടായിരുന്നെന്നും വൈജയന്തി സമാധാനിച്ചു. ഇരിപ്പുമുറിയിലേക്ക് വന്നപ്പോൾ കൃഷ്ണജ അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. എന്നും താൻ വന്നുകുത്തി ഉണർത്തിയാൽ മാത്രം ഞരങ്ങിമൂളി എണീക്കാറുള്ളവൾക്ക് ഇന്നെന്ത് പറ്റിയെന്ന് വൈജയന്തി അതിശയിച്ചു. അവളുടെ പഠനമേശയിൽ പാതി കുടിച്ച ചായ ഗ്ലാസ്, സിറ്റൗട്ടിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു. ആരോ മുറ്റം തൂക്കുന്ന ശബ്ദം. വൈജയന്തി വാതിലിനരികെ ചെന്ന് നോക്കി. ബബിത മുറ്റടിക്കുകയാണ്. ആ ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് നിത്യവും കൃഷ്ണമോളുമായി വഴക്കുണ്ടാക്കിയിരുന്നവളാണ് കലാപരമായ ഒരഴകോടെ അത് നിർവഹിക്കുന്നത്. പല്ല് തേച്ച് മുഖം കഴുകി കിച്ചണിലെത്തിയപ്പോൾ ബബിത ചൂട് ചായ ഗ്ലാസ്സിലേക്ക് പകരുന്നത് കണ്ടു. നീ വെളുപ്പിനെ എഴുന്നേറ്റോ? ആ, എഴുന്നേറ്റു, ബബിത പ്രസന്നവദനിയായി പറഞ്ഞു. വൈജയന്തി ചായ മോത്തി കുടിച്ച് കിച്ചണിലൊന്ന് ചുറ്റി നടന്നു നോക്കി. ഇന്നലെ കണ്ട അടുക്കളയല്ല. എല്ലായിടത്തും ഒരടുക്കും ചിട്ടിയും വൃത്തിയും. പാത്രങ്ങളൊക്കെ കഴുകി വെടിപ്പാക്കി ഭംഗിയായി അടുക്കിയിരിക്കുന്നു. സ്റ്റൗവിൽ അരി കിടന്ന് തിളയ്ക്കുന്നു. കറിക്കുള്ളതും തോരനുള്ളതും നുറുക്കിയും അരിഞ്ഞും വച്ചിരിക്കുന്നു. തേങ്ങ ചുരണ്ടിയതും ഉള്ളിയും സവാളയും അരിഞ്ഞതും ഓരോ പാത്രങ്ങളിൽ വച്ചിട്ടുണ്ട്. ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് ചപ്പാത്തി മേക്കറും ദോശക്കല്ലും ഒരുക്കി വച്ചിരിക്കുന്നു. നീ ഇത് എന്തൊക്കെയാ ചെയ്തു വച്ചിരിക്കുന്നേ? വൈജയന്തി ഗൗരവം ഒട്ടും കുറയ്ക്കാതെ ചോദിച്ചു. അമ്മ ഇതിലൊന്നും തലയിടണ്ട. അടുക്കള ഭരണം ഞാൻ പിടിച്ചെടുത്തു. നിനക്കതിന് വല്ലതും അറിയാമോ? പിന്നെ, ഞാനിപ്പം വലിയ പാചകക്കാരിയല്ലേ. അമ്മയ്ക്ക് ക്ലാസ്സിലേക്ക് വേണ്ടി വല്ലതും പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ പോയി ചെയ്തോ. 8 മണിക്ക് ഡൈനിങ് ടേബിൾ വച്ച് കാണാം. കോളേജിൽ പോകാൻ ഇനി ലേറ്റാകരുത്. ബൈ ദ ബൈ, സി യു മമ്മി, ബബിത ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. ചായ കുടിച്ച് തീരുന്നത് വരെ വൈജയന്തി മകളുടെ പ്രവൃത്തികൾ നോക്കി നിന്നു. ചെയ്യുന്ന ജോലിയിൽ അവൾക്ക് യാതൊരു സംശയവുമില്ലെന്ന് മനസ്സിലായി. എല്ലാം കാണാപ്പാടം പഠിച്ചവളെ പോലെ. വൈജയന്തി കൃഷ്ണയുടെ അടുത്തേക്ക് വന്നു. ബബിതയാണോ നിന്നെ എണീപ്പിച്ചത്? ആം, അവൾ തലയാട്ടി. നീ അവളോട് വഴക്കുണ്ടാക്കിയില്ലേ? ഇല്ല. ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വന്നാൽ കുറെ നേരം നീ മുഖം വീർപ്പിച്ചിരിക്കാറുണ്ടല്ലോ. ഇതങ്ങനെയല്ലമ്മേ. എണീക്കടി ചക്കരിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന്. ഈ ബബിത ചേച്ചിക്ക് എന്തു പറ്റിയെന്നാ ഞാൻ ഓർക്കുന്നേ. അമ്മ കണ്ടില്ലേ, വെളുപ്പിനെണീറ്റ് എല്ലാ ജോലിയും ചെയ്തു. അരിണ ചേച്ചി വേഷം മാറി വന്ന പോലുണ്ട്. ആ പേര് കേട്ടതും വൈജയന്തിയുടെ മുഖം മങ്ങി. ബ്രേക്ക്ഫാസ്റ്റിനിരിക്കുമ്പോൾ ബബിത ഒരു ലിസ്റ്റ് വൈജയന്തിയെ കാണിച്ചു. ഇത്രയും സാധനങ്ങൾ മേടിക്കണം. നീ എന്താ ഹോട്ടലിൽ തുടങ്ങാൻ പോവാണോ? ഇവിടെ ഒരു കുന്ത്രാണ്ടവുമില്ല. എല്ലാം തീർന്നിരിക്കുക. സമയം കിട്ടിയാൽ മേടിക്കാം. അത് കുഴപ്പമില്ല, പൈസ തന്നാ മതി, ഞാൻ പോയി വാങ്ങിച്ചോളാം. നീ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാനോ? അതിനെന്താ, ഞാനും അരിണ ചേച്ചിയും കൂടിയാണല്ലോ. കൊളുത്തു. പെട്ടെന്ന് ബബിത നിർത്തിക്കളഞ്ഞു. കൊളുത്തു? വൈജയന്തി നെറ്റി ചൊളിച്ചു. അല്ല, ഞങ്ങൾ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നു. എനിക്കതൊക്കെ ശീലമായി അമ്മേ. മീൻകാരോടൊക്കെ ഞാൻ നല്ലപോലെ വിലപേശും. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാനും കൃഷ്ണമോളും പോയി കഴിയുമ്പോൾ നീ കൊല്ലപ്പള്ളിക്ക് പോയിക്കോ. വൈകുന്നേരം വന്നാൽ മതി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് പേടിയൊന്നുമില്ല. വൈജയന്തി സാധനങ്ങൾ വാങ്ങാനുള്ള പണം കൊടുത്തിട്ടാണ് കോളേജിലേക്ക് പോയത്. കൃഷ്ണജ സ്കൂളിലും പോയി. ഉച്ചവരെ ബബിതയ്ക്ക് വീട്ടിൽ ധാരാളം ജോലിയുണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് ടൗണിൽ പോയി സാധനങ്ങൾ വാങ്ങി വന്നു. വൈകുന്നേരം വൈജയന്തി ജോലി കഴിഞ്ഞു വന്നപ്പോൾ ആവി പറക്കുന്ന ചായ ഊണുമേശയിൽ തയ്യാർ. കഴുകി പ്ലേറ്റിലെടുത്ത് വെച്ച മുന്തിരിയോടൊപ്പം ബബിത ഒരു മാതള നാരങ്ങയും കൂടി എടുത്തു വെച്ചു. വൈജയന്തി അത്ഭുതപ്പെട്ടു. ഇതെവിടുന്ന് വാങ്ങി? ഫ്രൂട്ട് സ്റ്റാളിന്ന്. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഇത്? അമ്മ വല്ലപ്പോഴും വാങ്ങാറുണ്ടായിരുന്നല്ലോ. കുറച്ചു കാലമായിട്ട് ഞാനിത് കാണാറേയില്ല. പേര് പോലും മറന്നുപോയി. അനാർ, ബബിത പറഞ്ഞു. വൈജയന്തി പെട്ടെന്ന് കണ്ണുകളുയർത്തി സൂക്ഷിച്ചു നോക്കി. അത് ഹിന്ദിയാ. നിനക്കെവിടുന്ന് കിട്ടി ആ പേര്? സ്റ്റാൻലി പപ്പ പറഞ്ഞു തന്നതാ. വൈജയന്തിക്ക് ശ്വാസം വിലങ്ങി. ഒരു ദിവസം എനിക്കു വേണ്ടി സ്റ്റാൻലി പപ്പ ഇത് വാങ്ങിച്ചോണ്ട് വന്നു. പപ്പ പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് ഇത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്ന്. ബബിത പറഞ്ഞു നിർത്തിയിട്ട് വൈജയന്തിയെ നോക്കി. അമ്മ ഷോക്കേറ്റ പോലെ തുറിച്ചു നോക്കിയിരിക്കുന്നു. 2 നിറത്തിലുള്ള മാതള നാരങ്ങ ലാലച്ചൻ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. ചുവപ്പും മഞ്ഞയും.
ലാലിച്ചൻ സൂക്ഷ്മതയോടെ അതിന്റെ തൊലി കളഞ്ഞ് മാണിക്യല്ലികൾ ബൗളിലേക്ക് ഉതിർത്തിടുന്നത് കണ്ട് ചോദിക്കും, എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നേ? ഓറഞ്ചോ മുന്തിരിയോ ആപ്പിളോ വാങ്ങിച്ച പോരെ? എന്തെളുപ്പമാ. മാതള നാരങ്ങ തൊലി കളഞ്ഞ് അല്ലികൾ അടർത്തിയെടുക്കാൻ കുറച്ച് ക്ഷമ വേണമായിരുന്നു. ലാലിച്ചൻ മാതള നാരങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് കേൾപ്പിക്കും. ഇത് എനിക്കോ നിനക്കോ വേണ്ടിയല്ല. ഒരു മൂന്നാം കക്ഷി വയറ്റിൽ കിടന്നുറങ്ങുന്നുണ്ടല്ലോ, അവൾക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ് ഈ മഞ്ഞ അല്ലികൾ. ഈ ചുവന്ന അല്ലികൾ അവൾക്ക് നല്ല ആരോഗ്യവും ഇമ്മ്യൂണിറ്റിയും കൊടുക്കും. ലാലിച്ചന് എന്നേക്കാൾ വലുതാണോ ഈ മൂന്നാം കക്ഷി? ചിലപ്പോൾ ലാലിച്ചന്റെ പെരുമാറ്റം അസൂയ ജനിപ്പിച്ചിരുന്നു. തന്നോടുള്ളതിനേക്കാൾ സ്നേഹം വയറ്റിൽ കിടക്കുന്ന ഇത്തിരി പോന്ന ജീവിയോടാണോ? അവളെ കിട്ടിക്കഴിയുമ്പോൾ ലാലിച്ചന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ? അച്ഛനും മോൾക്കും ഇടയിൽ താനൊരു അധികപ്പറ്റാകുമോ? വൈജ, ലാലിച്ചൻ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. സ്നേഹം കൂടുമ്പോൾ ജയമോൾ എന്നും. അത് ഗംഗാട്ടനും മാലതി ചേച്ചിയും വിളിച്ചിരുന്ന പേരാണ്. ലാലിച്ചൻ ജയമോൾ എന്ന് വിളിക്കുന്നതിനേക്കാൾ തനിക്കിഷ്ടം വൈജ എന്ന വിളി കേൾക്കാനായിരുന്നു. ആ വിളിക്ക് ഗാംഭീര്യം കലർന്ന ഒരീണമുണ്ടായിരുന്നു, സ്നേഹത്തിൻ്റെതായ ശാസനാസുരവും. ആ വിളി കേൾക്കുമ്പോൾ താൻ കൊച്ചു കുട്ടിയാണെന്ന് തോന്നും. വേറെ ആരും അങ്ങനെ വിളിച്ചിട്ടുമില്ല. വൈജ, അസൂയ ഒട്ടും പാടില്ല. നിന്റെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും അവളെയും ബാധിക്കും. നീ ദേഷ്യക്കാരിയും അസൂയക്കാരിയുമായി മാറിയാൽ അവളും അങ്ങനെ തന്നെയായിത്തീരും. ലാലിച്ചൻ പറയുന്നതെല്ലാം ശരിയാണോ? തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടുള്ള അമിതമായ താല്പര്യം കൊണ്ട് തോന്നുന്നതല്ലേ? മിക്കവാറും എല്ലാ സ്ത്രീകളും ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് തലമുറകൾ ഉണ്ടാകുന്നതും മനുഷ്യവംശം നിലനിൽക്കുന്നതും. അവരെല്ലാം ഇതുപോലെ മുൻകരുതൽ എടുക്കുന്നുണ്ടോ? ഗർഭസ്ഥ ശിശു അമ്മയിൽ നിന്ന് വളർച്ചയ്ക്കാവശ്യമായ രക്തവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു എന്നതുകൂടാതെ ചിന്തകളും വികാരങ്ങളും കൂടി ഊറ്റുന്നുണ്ടോ? നിനക്ക് അറിയാഞ്ഞിട്ടാണ് വൈജ. നിന്നിൽ കൂടിയാണ് അവളിപ്പോൾ ലോകത്തെയും ജീവിതത്തെയും കാണുന്നത്. നീ നടുങ്ങുമ്പോൾ അവളും പേടിക്കുന്നു. നീ ദുഃഖിക്കുമ്പോൾ അവളെയും ഗ്ലാനി ബാധിക്കുന്നു. നീ ദേഷ്യപ്പെടുമ്പോൾ അവൾ അസ്വസ്ഥതയാകുന്നു. നീ സന്തോഷിക്കുമ്പോൾ അവൾ നിന്റെ വയറ്റിൽ കിടന്ന് പുഞ്ചിരി തൂകുന്നു. അതൊക്കെ ഇത്തിരിയോളം പോന്ന ആ ജീവന് തിരിച്ചറിയാമോ ലാലിച്ച? അറിയാം. ഞാൻ നിന്റെ അടുത്ത് വരുന്നത് പോലും അറിയാം. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകും പപ്പ വന്നിട്ടുണ്ടെന്ന്. അവൾ കാതോർത്ത് കിടക്കും. ഞാൻ സന്തുഷ്ടിയോടും സ്നേഹത്തോടും കൂടി നിന്നോട് സംസാരിക്കുമ്പോൾ അവൾ നിന്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുടിക്കും. എല്ലാ ഗർഭസ്ഥ ശിശുക്കളും അങ്ങനെയാണെന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് പോലും അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി ഞാൻ അവൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന്. പെൺകുട്ടികളായാൽ അല്പം തൻ്റെടവും ദേഷ്യവും ചുണയും ഒക്കെ വേണ്ട ലാലിച്ച? നീ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. ഒരു ദിവസം ഞാൻ കാട്ടിത്തരാം. നമ്മൾ സകലതും തകർന്ന ഒരവസ്ഥയിലാണെങ്കിൽ പോലും അമ്മച്ചിയുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒന്നും സാരമില്ലെന്ന് തോന്നും. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം കിട്ടിക്കഴിയും. അമ്മച്ചി ദേഷ്യപ്പെടുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. എന്നുവെച്ച് പറയേണ്ടത് പറയാതിരുന്നിട്ടുമില്ല. എന്നിട്ടും എങ്ങനെ ഈ മകൻ മുൻചുണ്ടിക്കാരനും ഗൗരവക്കാരനുമായി? അത് അപ്പച്ചൻ്റെ ജീൻ. പാരമ്പര്യം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ലല്ലോ. ലാലിച്ചൻ അടുത്ത് കിടക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ തൻ്റെ വയറിനുമീതെ കൈപ്പടം സ്പർശിക്കുമ്പോൾ ഉദരത്തിനുള്ളിൽ ചലനങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയാമായിരുന്നു. തൻ്റെ വയറിനുമീതെ വിരൽ ഞൊടിച്ച് ലാലിച്ചൻ വിളിക്കും, ഏഞ്ചൽ, ഇവിടെ, ദാ ഇവിടെ. നോക്കിയിരിക്കെ വയറിനുള്ളിൽ ഒരു കുതിപ്പ് അനുഭവപ്പെടും, ആരോ നീന്തുന്ന പോലെ. പിന്നെ ഒരു മുഴ തെളിഞ്ഞു വരും. ലാലിച്ചൻ അവിടെ കൈപ്പടം വയ്ക്കും. ഞങ്ങൾ ഷേക്കാൻ്റെ കൊടുക്കുകയാണ്. ചെറുചിരിയോടെ ലാലിച്ചൻ പറയും. അതങ്ങനെ തന്നെയാണെന്ന് തോന്നിപ്പോകും. ലാലിച്ചൻ മറ്റൊരിടത്ത് വിരൽ ഞൊടിച്ച് ഏഞ്ചൽ എന്ന് വിളിക്കുമ്പോൾ മെല്ലെ അവിടെ ഒരു മുഴ പ്രത്യക്ഷപ്പെടും. കണ്ടോ, അവൾ മുങ്ങാങ്കുഴിയിട്ട് വന്നു കഴിഞ്ഞു. ലാലിച്ചന്റെ സംബോധനയിൽ ഒരിക്കൽ പോലും ഒരു അവൻ കടന്നു വന്നിട്ടില്ല. എപ്പോഴും അവൾ മാത്രം. ഏഞ്ചൽ എന്ന പേര് ലാലിച്ചൻ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത് വച്ചിരുന്നു. ഒരു മോനു വേണ്ടിയാണ് താൻ കൊതിച്ചതെങ്കിലും ഈശ്വരനോട് പ്രാർത്ഥിച്ചത് മറിച്ചായിരുന്നു. ലാലിച്ചൻ കൊതിച്ചതുപോലെ ഒരു മോളെ തന്നെ കൊടുക്കണേ. സമാധാനകാംക്ഷിയും കാരുണ്യം നിറഞ്ഞവളും ക്ഷമാശീലവുമായിരിക്കണേ. അതിനുവേണ്ടിയുള്ള തപസ്സായിരുന്നു സഞ്ജയ് പ്ലേസിലെ വാടക വീട്ടിലുള്ള ജീവിതം. ആരോടും ദേഷ്യമില്ല, പരിഭവമില്ല, പരാതിയില്ല, ദുഃഖമില്ല. അതിനുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നില്ല. ആനന്ദവതിയായിരുന്നു താൻ. ഡേ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ലാലിച്ചന് കന്റോൺമെന്റ് വിട്ട് സഞ്ജയ് പ്ലേസിലേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല. രാത്രി കന്റോൺമെന്റിന് പുറത്തുപോയി താമസിക്കണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. ഞങ്ങളുടേത് ഒരുതരം ഒളിജീവിതമായിരുന്നതിനാൽ കൂടുതൽ ജാഗ്രത പുലർത്തണമായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയിലുള്ളപ്പോൾ
ലാലിച്ചിന് പകൽ സമയം പുറത്തു പോകാം. വൈകുന്നേരം കന്റോൺമെന്റിൽ തിരിച്ചെത്തണമെന്നേയുള്ളൂ. ലാലിച്ചൻ നേരെ സഞ്ജയ് പ്ലേസിലെ വാടക വീട്ടിലേക്ക് വരും. അവിടെ താൻ ആഹാരം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കും. തന്റെ അതേ ആകാംക്ഷ തന്നെ തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനുമുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ലാലിച്ചൻ വരാൻ വൈകിപ്പോയാൽ തനിക്കുണ്ടാകാറുള്ള അതേ അസ്വസ്ഥത അവളും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. വേദനിപ്പിക്കുന്ന ചില ചലനങ്ങൾ, ചിലപ്പോൾ വയറിന്റെ ഏതെങ്കിലും ഭാഗത്ത് കടുത്ത സമ്മർദ്ദമുണ്ടാകും. തലയും കാലും ഇട്ട് തിക്കിത്തിരക്കുന്ന പോലെ തോന്നും. വയറിന്റെ ഒരു ഭാഗം മുഴച്ചു പൊന്തും. പതിയെ ശാസിച്ചിട്ടുണ്ട് ഞാൻ. അടങ്ങിക്കിടക്കു കുഞ്ഞേ, നിന്റെ പപ്പ വരുന്നുണ്ട്. പിന്നെന്താ? ലാലിച്ചന്റെ വട്ട് തന്നെയും ബാധിച്ചിരുന്നുവോ? അവളുടെ ചലനങ്ങൾ ചിലപ്പോൾ കടുത്ത വേദനയുണ്ടാക്കുന്നു എന്ന് ലാലിച്ചനോട് പരാതിപ്പെടുമായിരുന്നു. ലാലിച്ചൻ വയറിനുമേതെ തടവിക്കൊണ്ട് അവളെ ഉപദേശിക്കുന്നത് കാണുമ്പോൾ ചിരി വരും. ഏഞ്ചൽ, നീ കുറച്ചുകൂടി അടക്കമുള്ളവളാകണം. അമ്മയെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല. നിന്നെ ചുമന്നുകൊണ്ട് നടന്ന് നടന്ന് അവൾ വല്ലാതെ തളർന്നു കഴിഞ്ഞു. നിനക്കൊരു ജന്മം തരാൻ വേണ്ടി നിന്റെ അമ്മ എന്തെല്ലാം സഹിക്കുന്നു. കൊള്ളാം, ഇപ്പം അവൾക്കെല്ലാം മനസ്സിലായി. ഇനി ഒന്നും പേടിക്കാനില്ല. ലാലിച്ചനെ താൻ കളിയാക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ലാലിച്ചന് ഉറങ്ങണം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വരികയാണ്. തനിക്ക് ഉണർന്നിരിക്കുന്ന ലാലിച്ചനെയാണ് വേണ്ടത്. എന്തെല്ലാം പറയാനുണ്ട്. എത്ര സംസാരിച്ചിട്ടും തീരുന്നില്ല. ഒടുവിൽ ലാലിച്ചൻ മൂളി മൂളി കേട്ടുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതിപ്പോകും. ലാലിച്ചന്റെ ദേഹത്തിന് എല്ലായ്പ്പോഴും ഒരിളം ചൂടുണ്ടായിരുന്നു. ഷർട്ടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി നെഞ്ചിൽ മുഖം പൂഴ്ത്തി പൗരുഷപൂർണമായ ആ ദേഹഗന്ധം നുകർന്ന് അങ്ങനെ കിടക്കുമ്പോൾ ലാലിച്ചൻ ഒരു കുഞ്ഞിനെ ഉറക്കുന്ന പോലെ ചുമലിൽ പതിയെ താളം തട്ടിക്കൊണ്ടിരിക്കും. തന്റെ മേലുള്ള ജാഗ്രത കൊണ്ട് ലാലിച്ചൻ പാതി ഉറക്കത്തിൽ പോലും സ്വയം അറിയാതെ അങ്ങനെ താളം പിടിക്കുമായിരുന്നു. മനസ്സിൽ നിറയെ സ്നേഹവും നിർവൃതിയും ആനന്ദവുമാണ്. ലാലിച്ചൻ മോഹിച്ച പോലെ കാരുണ്യവതിയും ക്ഷമാശീലിയുമായ ഒരു മോൾക്ക് വളരാൻ പാകത്തിൽ തന്റെ ശരീരവും മനസ്സും ഒരുക്കപ്പെട്ടിരിക്കുന്നു. അവൾ പിറക്കാൻ ഇനി 1 മാസം പോലുമില്ല. അമ്മേ, വിളിയൊച്ച കേട്ട് വൈജയന്തി ഞെട്ടിപ്പോയി. പകച്ച് തലതിരിച്ചു നോക്കിയപ്പോൾ ബബിത. പുറകിൽ വന്നു നിന്ന് ഒച്ചയുണ്ടാക്കി പേടിപ്പിക്കുന്നോ? വൈജയന്തിക്ക് ദേഷ്യം വന്നു. ഒച്ചയുണ്ടാക്കില്ലല്ലോ. ഞാൻ അമ്മേന്ന് വിളിച്ചതല്ലേ ഉള്ളൂ. അമ്മ എന്തിനാ പേടിച്ചത്? ഏത് ലോകത്തായിരുന്നു അമ്മ? ബബിത ആശ്ചര്യപ്പെട്ട് ചോദിച്ചു. വൈജയന്തി തന്റെ കിടപ്പ് മുറിയിൽ അലമാരയുടെ നീലക്കണ്ണാടിക്കരികെ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. എന്തിനാ നീ വിളിച്ചത്? വൈജയന്തി മുഖത്തു നിന്ന് കണ്ണട മാറ്റി. അമ്മയ്ക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ല. എന്താ? ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന അനാർ അമ്മ തിന്നില്ല. അത്താഴം കഴിക്കാൻ വിളിച്ചിട്ടും വന്നില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടായിരുന്നു. വിശപ്പില്ല. ഞാനൊരു കോഫി ഉണ്ടാക്കി തരട്ടെ? വേണ്ട. ജ്യൂസ്? ഒന്നും വേണ്ട. ഞാൻ കിടക്കാൻ പോകുക. ബബിത അമ്മയെ നോക്കി അല്പസമയം നിന്നിട്ട് തിരികെ പോയി. ഒരു തലയണ എടുത്തുകൊണ്ട് വന്ന് വൈജയന്തിയുടെ കട്ടിലിട്ടു. ഇതെന്തിനാ? എനിക്ക് തലയണയുണ്ട്. ഇതെനിക്കാ. ഞാനിന്ന് അമ്മയുടെ കൂടെയാ കിടക്കുന്നേ. ഇവിടെ കിടക്കാനോ? വൈജയന്തി അമ്പരന്നു. നീ കൃഷ്ണമോളുടെ മുറി കിടന്നാ മതി. ഇല്ല, എനിക്കെൻ്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം കിടക്കണം. അതെൻ്റെ ഒരു ആശയാ. മനസ്സിലായി. അവളുടെ കൂടെ പോയി കൊഞ്ചാൻ പഠിച്ചിട്ട് വന്നിരിക്കുകയാണോ നീ? വൈജയന്തി ശുണ്ടിയെടുത്തു. അല്ലമ്മേ, സ്നേഹിക്കാൻ. ഞാൻ എൻ്റെ അമ്മയെ വേണ്ട പോലെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. വൈജയന്തിയുടെ കണ്ണിൽ ഒരു നിമിഷം കൊണ്ട് കർപ്പൂരമലിഞ്ഞു. അമ്മയും മകളും എത്ര അടുത്ത് നിൽക്കേണ്ടവരാ. എന്നിട്ടും നമ്മൾ വല്ലാതെ അകന്നുപോയി. ബബിത തുടർന്നു. നമുക്കിനി ഒന്നിച്ചു നിൽക്കാം, അല്ലേ? വൈജയന്തി ഒന്നും മിണ്ടാതെ കട്ടിലിൽ ചെന്നിരുന്നു. സംസാരിക്കാൻ അശക്തിയായിരുന്നു. അവളുടെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. ബബിതയും കിടക്കയിൽ ചെന്നിരുന്നു. വൈജയന്തി കണ്ണട വീണ്ടും മുഖത്ത് വെച്ച് അലിയാതിരിക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ട് മുഖത്ത് ഗൗരവം വരുത്തി. നിന്നെ തിരക്കി പോലീസ് കൊച്ചിന്ന് വന്നിരുന്നു. വൈജയന്തി വിഷയം മാറ്റി. അവർ നിന്നെ കാണണമെന്ന് പറഞ്ഞു. നിനക്കേതോ സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് അവർക്കൊരു സംശയം. ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ലെന്ന്. അവരെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റാൻലി പപ്പയാ അത് കൈകാര്യം ചെയ്തത്. നീ എന്തിനാ വല്ലവരെയും ആശ്രയിക്കാൻ പോയത്? നിനക്ക് നിന്റെ അച്ഛനോട് പറയാമായിരുന്നല്ലോ. അച്ഛനോട് പറയാൻ പറ്റത്തില്ലായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്തിനാണ് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോയതെന്ന്. ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഒത്തിരി അകന്നു പോയെന്ന്. സ്റ്റാൻലിയോട് പറയാൻ മാത്രം അടുപ്പം നിനക്ക് എങ്ങനെയുണ്ടായി? സ്റ്റാൻലി പപ്പയോട് ഞാനൊന്നും പറഞ്ഞില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി അലിനി ചേച്ചിയാ അതിലിടപെട്ടത്. എന്നാലും നിന്നോടുള്ള മതിപ്പ് മുഴുവൻ പോയില്ലേ? നിന്നെ വളർത്തിയ അച്ഛനമ്മമാരുടെയും വിലയിടിഞ്ഞില്ലേ? അങ്ങനെയാണോ അമ്മേ?
മാമച്ചനങ്ങളുടെ വീട്ടിൽ വെച്ച് സ്റ്റാൻലി പപ്പ അമ്മയോട് പറഞ്ഞത്. എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു സ്റ്റാൻലി പപ്പയ്ക്ക്. ചോദിക്കുന്നവരോട് പപ്പ പറയും എൻ്റെ മോളാണെന്ന്. അതറിയുമോ അമ്മക്ക്? വൈജയന്തിക്ക് ശ്വാസം വിലങ്ങി. അറിയാതെ അവൾ നെഞ്ചിനു മീതെ കൈപ്പടം വെച്ചു. ഈശ്വര, സ്റ്റാൻലി എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നോ അതോ അറിയാതെയോ? സ്വന്തം മോളെപ്പോലെയാ എന്നോട് പെരുമാറിയിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണമെന്നുണ്ട്. സ്വർണം വാങ്ങിത്തരാൻ പറ്റുമോ? ഞാൻ സ്വർണ്ണക്കടക്കാരിയല്ലേ. എന്നാൽ ഡ്രസ്സ് വാങ്ങിത്തരാൻ പറ്റുമോ? ഞാൻ ജൗളിക്കടക്കാരിയല്ലേ. അതൊക്കെ എങ്ങനെ അറിഞ്ഞു സ്റ്റാൻലി? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പാലായിലെ വലിയ ബിസിനസ്സുകാരനാണെന്നും അമ്മ കോളേജ് പ്രൊഫസറാണെന്നും പേരുകേട്ട കൊല്ലപ്പള്ളി കൈതക്കൽ തറവാട്ടിലെയാണെന്നുമൊക്കെ. വൈജയന്തി വീർപ്പടക്കി. അപ്പോൾ സ്റ്റാൻലിക്ക് എല്ലാം അറിയാം. തൻ്റെ മോളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സ്നേഹം കാണിച്ചത്. സ്റ്റാൻലി പപ്പ ഇല്ലായിരുന്നെങ്കിൽ വിഷമിച്ചു പോയനെ അമ്മേ. എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് പ്ലാൻ ഉണ്ടായിരുന്നു. പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വാർത്ത വന്നേനെ. പപ്പയാ രക്ഷിച്ചത്. സത്യം പറഞ്ഞ പപ്പയാ എന്നെ എറണാകുളത്ത് കൂട്ടിക്കൊണ്ടു പോയത്. സിറ്റി പോലീസ് കമ്മീഷണറെയും പ്രിൻസിപ്പലിനെയുമെല്ലാം കണ്ട് പപ്പ എനിക്ക് വേണ്ടി സംസാരിച്ചു. മാമച്ചനങ്ങളും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇല്ലെങ്കിൽ ഞാനിപ്പോ റിമാൻഡിൽ സബ് ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. ആണോ? അത്രയ്ക്കൊരു തെറ്റ് എന്താ നീ ചെയ്തേ? ഞാൻ പറഞ്ഞില്ലേ, അമ്മയോട് പറയാൻ പറ്റില്ല. ഞാൻ സെക്സ് റാക്കറ്റിന്റെ കണ്ണിയൊന്നുമല്ലായിരുന്നു. എന്നിട്ടും എനിക്ക് മരിച്ചു കയറണമെന്ന് തോന്നണമെങ്കിൽ അമ്മയ്ക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. വൈജയന്തിക്കും ചില ഊഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ആദി മനസ്സിൽ നെരിപ്പോട് പോലെ കിടന്നു നീറുന്നുണ്ട്. പക്ഷേ ആരെയും അറിയിച്ചിട്ടില്ലെന്ന് മാത്രം. ജീവിതത്തിൽ തോറ്റുപോയവളാണ് ഞാൻ. അത് മറ്റുള്ളവരുടെ മുൻപിൽ സമ്മതിച്ചു കൊടുക്കാനും കൂടി വയ്യ. ശരി, നീ കിടന്നോ. നമുക്ക് നാളെ സംസാരിക്കാം. കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ച് വൈജയന്തി കിടന്നു. ലൈറ്റ് അണിച്ച് ബബിതയും കിടന്നു. മറുവശത്തേക്ക് ചരിഞ്ഞു കിടന്ന അമ്മയെ വലതുകരം നീട്ടി ബബിത കെട്ടിപ്പിടിച്ചു. വൈജയന്തി അനങ്ങിയില്ല. അല്പം കഴിഞ്ഞ് ബബിത ചോദിച്ചു, അമ്മ എന്താ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നേ? പിണക്കമുള്ളതുപോലെ. വൈജയന്തി മൗനമാചരിച്ചു. ബബിത അല്പം ബലം പ്രയോഗിച്ച് തിരിച്ചു കിടത്താൻ ശ്രമിച്ചപ്പോൾ അവൾ വഴങ്ങി. ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രമേയുള്ളൂ. ബബിത തലയണയിലേക്ക് ചുമൽ കയറ്റി വെച്ചു. ഒരേ പുതപ്പിട്ട് തൻ്റെയും അമ്മയുടെ ശരീരം പുതച്ചു. അമ്മയുടെ കഴുത്തിനടിയിലൂടെ കൈയിട്ട് ശിരസ് തൻ്റെ തോളത്തേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ എത്ര നാളായി അമ്മയുടെ കൂടെ ഇങ്ങനെ കിടന്നിട്ട്, അവൾ ആത്മകഥം പോലെ പറഞ്ഞു. വൈജയന്തിക്ക് പ്രതികരണമൊന്നുമില്ല. അമ്മയോട് എനിക്കിപ്പം വഴക്കൊന്നുമില്ല കേട്ടോ, ബബിത മന്ത്രിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു. അതെന്റെ അറിവില്ലായ്മ കൊണ്ടാ. എനിക്കറിയാം, ഞാൻ അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര മനപ്രയാസമുണ്ടായി. അങ്ങനൊക്കെ സംഭവിച്ചു പോയി. എല്ലാത്തിനും ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുക. എന്നോട് പൊറുക്കണം കേട്ടോ. ഉത്തരമൊന്നും ഉണ്ടായില്ല. തോളിനു മീതെ ഇളം ചൂടുള്ള നനവ്. നിശബ്ദം ഉരുകിയൊഴുകുന്ന ചുടുനീർച്ചാൽ ഹൃദയത്തിൽ പിടഞ്ഞടങ്ങുന്ന ഏങ്ങലുകൾ. അമ്മ കരയുകയാണെന്ന് മനസ്സിലായപ്പോൾ ബബിതയ്ക്കും കരച്ചിൽ വന്നു. അവൾ അമ്മയുടെ മുഖം ഒന്നുകൂടി തൻ്റെ തോളിലാക്കി അമർത്തിപ്പിടിച്ചു. കണ്ണുനീരോടെ ആ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവളുടെ വലതുകരം വൈജയന്തിയുടെ ശിരസിനു മീതെ പതിയെ തലോടിക്കൊണ്ടിരുന്നു. കാർ റോഡരികിൽ മരത്തണലിൽ ഒതുക്കിയിട്ട് ശിവശങ്കരന് പുറത്തിറങ്ങി. കാറിന്റെ ഡോറിന്മേൽ ചാരി നിന്നുകൊണ്ട് ഗംഗാധര മേനോനെ ഫോണിൽ വിളിച്ചു. മാലതി മേനോനാണ് ആദ്യം ഫോൺ എടുത്തതെങ്കിലും ഉടൻ തന്നെ ഗംഗാധരൻ ലൈനിൽ വന്നു. ശിവ, നീ എവിടെയെന്നാ വിളിക്കുന്നേ? ഗംഗേട്ടാ, ഞാൻ പുനലൂരെത്തി. സ്റ്റാൻലിയെ കണ്ടുപിടിച്ചോ? ഇല്ല, ഞാനിപ്പം രാജീവിനെ വിളിച്ചിരുന്നു സിംഗപ്പൂരിലേക്ക്. അവൻ പറയുന്നത് അലീന വൈജയന്തിയുടെ മോളായിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാ. അവനെങ്ങനെ അറിയാം? കഴിഞ്ഞ വർഷം ജയന്തി ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രാജീവ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഞങ്ങൾ ബാലചന്ദ്രനുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞത് അലീന അയാളുടെ സ്വന്തം മകളാണെന്നായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും മുഖവിലക്കെടുക്കേണ്ട ശിവ. ബാലചന്ദ്രൻ നമ്മളെ ഒരു വർഷത്തോളം വിഡ്ഢികളാക്കിയെന്ന് കരുതിയാൽ മതി. കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് അലീനയുടെ അമ്മ താമസിച്ചിരുന്നത് എന്നാണ് അന്ന് ബാലചന്ദ്രൻ പറഞ്ഞത്. ഗ്ലാഡിസ് എന്നോ മറ്റോ ഒരു പേരും പറഞ്ഞിരുന്നു. അത് ബാലചന്ദ്രൻ മെനഞ്ഞുണ്ടാക്കിയ കഥയാണെന്ന് വിചാരിച്ച് തൽക്കാലം വിട്ടുകളയുക. നീ പുനലൂരിൽ എവിടെയാണ് സ്റ്റാൻലിയുടെ തറവാട് എന്ന് അന്വേഷിക്ക്. ആ വീട്ടുപേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഗംഗേട്ടാ. എനിക്കറിയാമായിരുന്നു. ഈയിടെ ഭയങ്കര മറവി. ജയന്തിയോട് ചോദിച്ചു നോക്ക്, അവൾ മറക്കില്ല. ശരി ഗംഗേട്ടാ, ഞാനൊരു അന്വേഷണം നടത്തിയ ശേഷം വിളിക്കാം. ഓക്കെ. നീ ആരാണെന്നോ എന്തിനു വന്നതാണെന്നോ ആരോടും പറയണ്ട.
സ്ഥലമോ വീടോ വിൽക്കാനുണ്ടെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞ് എവിടെയും കയറിച്ചെല്ലാം. അതല്ലെങ്കിൽ സ്റ്റാൻലിയുടെ കൂടെ പണ്ട് ആഗ്രയിൽ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്താണെന്ന് പറഞ്ഞാലും മതി. ശരി ഗംഗേട്ടാ. ശിവശങ്കരൻ അവിടെ നിന്നുകൊണ്ട് തന്നെ വൈജയന്തിയെ വിളിച്ച് സ്റ്റാൻലിയുടെ തറവാട്ട് പേര് അന്വേഷിച്ചു. കൊട്ടാരമറ്റത്തിൽ നിന്ന് വൈജയന്തിയുടെ മറുപടിയും കിട്ടി. വീട് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ശിവശങ്കരൻ ഓട്ടോറിക്ഷക്കാരുടെ സഹായം തേടി. അവരിൽ ചിലർക്ക് കൊട്ടാരമറ്റം തറവാട് പരിചയമുണ്ടായിരുന്നു. 12:30 മണിയോടെ ശിവശങ്കരന്റെ കാർ കൊട്ടാരമറ്റം തറവാടിന്റെ മുറ്റത്തെത്തി. റോബർട്ടിന്റെ ഭാര്യ ആൻസിയും കുട്ടികളും ആൻസിയുടെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. റോബർട്ട് പത്തനാപുരത്ത് ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. ആൻസിയാണ് ശിവശങ്കരനോട് സംസാരിച്ചത്. താൻ സ്റ്റാൻലി ജോസഫിന്റെ പഴയൊരു സുഹൃത്താണെന്നും മിലിട്ടറിയിൽ ഒന്നിച്ച് ജോലി ചെയ്തിരുന്നുവെന്നും പേര് അരവിന്ദാഷൻ എന്നാണെന്നും ശിവശങ്കരൻ പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരോട് വഴി ചോദിച്ചാ ഇവിടെ വന്നു പറ്റിയത്. എന്റെ വീട് അങ്കമാലിയ. സ്റ്റാൻലിയുടെ പേരും വീട്ടുപേരും അറിയാം. സ്ഥലം പുനലൂരാണെന്നും. വേറൊന്നും ഒരു പിടിപാടുമില്ല. ലാലിച്ചായൻ ഇവിടെ അല്ല താമസം, ആൻസി പറഞ്ഞു. ലാലിച്ചായനോ? അതാരാ? സ്റ്റാൻലി ചായ എന്നുള്ള വിളി ലാലിച്ചായെന്ന് ആയിപ്പോയതാ. പണ്ട് മുതലേ അങ്ങനെ വിളിക്കുന്നേ, ആൻസി പുഞ്ചിരിയോടെ പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. കക്ഷി ഇപ്പം എവിടെയാ? കുളത്തൂപ്പുഴയാ. അവിടെ ഒരു ബംഗ്ലാവും റബ്ബർ തോട്ടവും ഒക്കെയുണ്ട്. കേറി ഇരിക്കാൻ മേലായിരുന്നോ? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശിവശങ്കരൻ വന്ന കാറും ആളിന്റെ വേഷഭൂഷാദികളിലുള്ള പ്രൗഢിയും ഒക്കെ കണ്ടപ്പോൾ ക്ഷണിച്ചിരുത്തി ആദരിക്കേണ്ട ആളാണെന്ന് ആൻസിക്ക് തോന്നി. പോരെങ്കിൽ ലാലിച്ചായന്റെ സഹപ്രവർത്തകനായിരുന്ന സ്നേഹിതനും. ഒന്നും വേണ്ട, ഞാൻ കുളത്തൂപ്പുഴ ചെന്ന് സ്റ്റാൻലിയെ കണ്ടോളാം. സ്റ്റാൻലിക്ക് 4 കുട്ടികളല്ലേ? എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാ. അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് പോകണ്ടേ? ആ, 4 പറയും. ഒരൽപ്പം മടിച്ച് സംശയത്തിന് ഇട നൽകുന്ന ആലോചനയോടെ ആൻസി പറഞ്ഞു. ശിവശങ്കരൻ ആ ഉത്തരത്തിലെ അസ്വാഭാവികത മണത്തറിഞ്ഞു. അതെന്താ അങ്ങനെ 4 പേര് തികച്ചില്ലാത്തതുപോലൊരു മറുപടി? സാറ് ലാലിച്ചായന്റെ കൂട്ടുകാരനായ സ്ഥിതിക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത്രയും കാലം 3 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലം അറിഞ്ഞത് ഒരാളും കൂടി ഉണ്ടെന്ന്. ശിവശങ്കരൻ ജാഗരൂകനായി. ഒരു രഹസ്യത്തിന്റെ താക്കോൽ അയാളുടെ നെഞ്ചിലിരുന്ന് വിറകൊണ്ടു. അതെന്തു പറ്റി? ഒരാൾ ഇടയ്ക്ക് മിസ്സായി പോയിരുന്നോ? പിന്നീട് കണ്ടുകിട്ടിയതാണോ? അങ്ങനെയും പറയാം. ആൻസി ഒരു നിഗൂഢതയിൽ നിർത്തി. ഛേ, എനിക്കൊന്നും മനസ്സിലായില്ല. ആ, ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നേ. സ്റ്റാൻലിയോട് നേരിട്ട് ചോദിച്ചറിയാലോ. അത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ലാലിച്ചായന് കല്യാണത്തിന് മുൻപുണ്ടായ കൊച്ചാ അത്. ശിവശങ്കരന്റെ മനസ്സും മുഖവും മുറുകി. കല്യാണത്തിന് മുൻപോ? എങ്കിൽ ഞാൻ അറിയാതെ വരില്ല. കല്യാണത്തിന് ശേഷം ഞങ്ങൾ കുറെ കാലം ഒന്നിച്ചുണ്ടായിരുന്നു. ശിവശങ്കരൻ ചൂണ്ടയിൽ ഇര കുരുക്കിയിട്ട് കൊടുത്തു. ഇതാർക്കും അറിയില്ലായിരുന്നേ, ആൻസി സ്വരം താഴ്ത്തി ഔത്സുക്യത്തോടെ പറഞ്ഞു. ലാലിച്ചായന് പോലും അറിയത്തില്ലായിരുന്നു. ലാലിച്ചായൻ ആഗ്രയിൽ ജോലി ചെയ്യുന്ന കാലത്ത് പാലാക്കാരി ഒരു പെണ്ണുമായിട്ട് പ്രേമത്തിലായി. അവര് കുറച്ചു കാലം ഒന്നിച്ചായിരുന്നു. വിവരമറിഞ്ഞ ഉടനെ ആങ്ങളമാര് വന്ന് പെണ്ണിനെ പിടിച്ചോണ്ട് പോയി. അങ്ങനെ ആ ബന്ധം അലസിപ്പോയി. പക്ഷെ ആ പെണ്ണ് അന്ന് ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിച്ച കുഞ്ഞിനെ അവളുടെ വീട്ടുകാർ തിരുവനന്തപുരത്തെ ഒരു ഓർഫനേജിൽ കൊണ്ടുചെന്ന് തള്ളി. എന്നാ ദുഷ്ടരാണെന്ന് നോക്കണേ. ശിവശങ്കരന്റെ മുഖം വിളറി. മുഖത്തെ ഭാവപ്പകർച്ച ആരും തിരിച്ചറിയാതിരിക്കാൻ അയാൾ തൂവാലെടുത്ത് വെറുതെ മുഖം തുടച്ചു. 23 കൊല്ലം ആ കൊച്ച് ഒരനാഥയായിട്ട് അവിടെ കഴിഞ്ഞു. അതിനെ എടുത്തു വളർത്തിയത് ബ്രീത്താമെന്ന് പേരുള്ള ഒരു സ്ത്രീയാ. എന്തോ അസുഖം വന്ന് ആ സ്ത്രീ മരിച്ചുപോയി. പക്ഷേ മരിക്കുന്നതിന് മുൻപ് ഉള്ള സത്യങ്ങളൊക്കെ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. അപ്പോഴല്ലേ മനസ്സിലായത് അത് ലാലിച്ചായന്റെ മോളായിരുന്നെന്ന്. ശിവശങ്കരൻ ഉദ്വേഗത്തിന്റെ കൊടുമുടിയിൽ എത്തി നിന്നുകൊണ്ട് ചോദിച്ചു. ആ കുട്ടിയുടെ പേര് പറഞ്ഞില്ല? അലീന. ദോഷം പറയരുതല്ലോ. അതുപോലൊരു പെൺകൊച്ചിനെ ഞാനെങ്ങും കണ്ടിട്ടില്ല. അത്രയ്ക്ക് മിടുക്കിയ. ലാലിച്ചായനും കുടുംബവും എത്രയോ കാലമായിട്ട് അകന്ന് ജീവിച്ചവരാണെന്നറിയാമോ? അലീന വന്ന അവരെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ പിള്ളേർക്കും വലിയ കാര്യമാവളെ. ശിവശങ്കരൻ തന്നിൽ അവശേഷിച്ചിരുന്ന ശ്വാസവും ശക്തിയും സംഭരിച്ച് ഒരു ചോദ്യം കൂടി ചോദിച്ചു. അലീനയ്ക്ക് അറിയാമായിരുന്നോ അവളുടെ അമ്മയും സ്വന്തക്കാരും ആരൊക്കെയാണെന്നും എവിടെയാണെന്നും? പിന്നെ ഇല്ലേ, അതറിഞ്ഞോണ്ടല്ലേ അവൾ പാലായ്ക്ക് പോയത്. അമ്മയെയും കൂടപ്പിറപ്പുകളെയും കാണാൻ അവിടെ ചെന്നപ്പം അവരെല്ലാവരും കൂടി തല്ലി ഓടിച്ചു. ദുഷ്ടക്കൂട്ടങ്ങളാ, മനുഷ്യപ്പറ്റില്ലെന്നേ. എന്തായാലും അവസാനം അവൾ എത്തേണ്ട അടുത്ത് തന്നെ എത്തി. ലാലിച്ചാൻ അവളെ പൊന്നുപോലെയാ നോക്കുന്നേ. അവൾക്കും പപ്പയെന്ന് വെച്ച ജീവനാ. ഇനി എന്തെങ്കിലും ചോദിക്കാനും പറയാനും വയ്യാതെ ശിവശങ്കരന്റെ തൊണ്ടയിലെ ഉമിനീർ വറ്റി. അയാൾ പതിയെ തിരിഞ്ഞു.
ഒരു 2 മിനിറ്റ് നിന്നിരുന്നെങ്കിൽ ഞാൻ കാപ്പിയോ ചായയോ എടുക്കായിരുന്നു. ആൻസിയുടെ ശബ്ദം വളരെ ദൂരെ നിന്ന് ശിവശങ്കരൻ കേട്ടു. കാറിനടുത്തേക്ക് നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല. പാദങ്ങൾ നിലത്തുറയ്ക്കുന്നേയില്ല. സിറ്റ് ഔട്ടിൽ അയാളെ നോക്കി വിസ്മയാധീനയായി നിന്ന ആൻസിക്കും അങ്ങനെ തന്നെ തോന്നി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.